കുഞ്ഞു മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഫുഡിൻ്റെ റെസിപ്പി നോക്കിയാലോ. റാഗിപ്പൊടി, ഗോതമ്പ് പൊടി, ശർക്കര, മുട്ട ഇത്ര മാത്രം മതി. ആദ്യം തന്നെ ശർക്കര ഉരുക്കി പാനി കാച്ചിയെടുക്കണം. തയ്യാറാക്കിയ ശർക്കര പാനി അരിച്ചു വെച്ച ശേഷം നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. ഇനി 2-3 സ്പൂൺ റാഗിപ്പൊടി, ഗോതമ്പ് പൊടി എന്നിവയൊക്കെ നമ്മളൊരു ബൗളിലേക്ക് തട്ടാം. പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഗോതമ്പ് പൊടി കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് കല്ലിൽ തന്നെ പറ്റി പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഞാനിവിടെ നാടൻ കോഴിമുട്ടയാണ് ഉപയോഗിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. ഇനി ഒന്നും നോക്കാനില്ല, ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഷടപടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് എത്രത്തോളം നന്നായിട്ട് മിക്സ് ആവുന്നോ അത്രത്തോളം സോഫ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മധുരത്തിന് വേണ്ടി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർക്കാം. ഇതിലേക്ക് ചേർത്ത് പതിയെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നവരെ നമുക്ക് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ദോശക്കല്ല് നല്ല ചൂടായി വരുന്ന സമയത്ത് നറുനെയ്യ് പുരട്ടിക്കൊടുത്ത് നമ്മുടെ മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഷേപ്പൊക്കെ ആക്കി ഒരു റൗണ്ടിലൊക്കെ ആക്കിയിട്ട് ചുട്ടെടുത്താൽ മാത്രം മതി. കുഞ്ഞുങ്ങൾ പല്ലൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് അവർക്ക് കുറുക്കിനേക്കാളും കുറച്ച് കടിച്ചു കഴിക്കുന്ന സാധനങ്ങളായിരിക്കും താല്പര്യം ഉണ്ടാവുക. ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.